ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ഫോട്ടോ ഡയറിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് ഈ ചാനലിൽ ആദ്യമായിട്ടൊരു അൺബോക്സിംഗ് വീഡിയോ എടുക്കാൻ പോവുകയാണ്. ആദ്യത്തെ അൺബോക്സിംഗ് വീഡിയോ നല്ലൊരു പ്രൊഡക്റ്റുമായിട്ട് സ്റ്റാർട്ട് ചെയ്യണമെന്നായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ആ പ്രൊഡക്റ്റ് എന്താണെന്നല്ലേ, ഇത് 16 ഇഞ്ച് മാക്ബുക്ക് പ്രോ ആണ്. നമുക്കത് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കിക്കളയാം. ഓക്കെ, സോ വലിച്ചെടുത്തു. കവറൊക്കെ നല്ല ഡിസൈനിലാണ് അത് വരുന്നത്. ഒരു ഭയങ്കര എലിഗൻ ലുക്കാണ്. ആപ്പിളിൻ്റെ എല്ലാ പ്രൊഡക്റ്റിലും നല്ലൊരു കവറിങ് ആയിരിക്കും. അവർ ആ പേപ്പർ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ അവരുടെ ആ കവറിങ്ങൊക്കെ കിടിലമായിരിക്കും. അതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ കൂടെ കാണിച്ചുകൊണ്ടുള്ളൊരു ഫോട്ടോ തന്നെയുണ്ട് ഫ്രണ്ടിൽ. ഇത് 16 ഇഞ്ചിൻ്റെ മാക്ബുക്ക് പ്രോ ആണ്. ഇതൊരു ബേസിക് മോഡലാണ്. അപ്പോൾ അതായത് ഇതിനകത്ത് 2.6 GHz 6 കോർ i7 പ്രോസസ്സറാണ് വരുന്നത്. അതേപോലെ തന്നെ 16 GB ഉണ്ട്. 512 GB SSD ഹാർഡ് ഡിസ്ക്കാണ്. പിന്നെ വരുന്നത് ഇതിനകത്ത് ഇൻറ്റേർണൽ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡുണ്ട്. അതായത് AMD Radeon Pro 5300M 4 GB ഒരു ഗ്രാഫിക്സ് കാർഡുണ്ട്. പിന്നെ വരുന്നത് നോർമൽ തണ്ടർബോൾട്ട് 4 പോർട്ടുകളുണ്ട്. ഇന്നത്തെ ഈ വീഡിയോ ജസ്റ്റ് അൺബോക്സിങ് മാത്രമാണ്. അപ്പോൾ നമുക്കിതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മറ്റൊരു വീഡിയോയിലേക്ക് നമുക്ക് മാറ്റിവെക്കാം. തൽക്കാലം ഇത് അൺബോക്സ് ചെയ്തിട്ട് ഇതിനകത്ത് എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ കാണാം. ബാക്കിയെല്ലാം അത് തന്നെ ഉള്ളൂ. അപ്പോൾ തുറന്നു നോക്കാം. നമ്മളത് തുറക്കാൻ പോവുകയാണ്. നല്ല തുറക്കുന്നത്. ഓക്കെ, കവറാണ്, നല്ല സൂപ്പർ കവറാണ്. ഓക്കെ, ഇത് 2 കളറിലാണ് വരുന്നത്. ഒന്ന് സ്പേസ് ഗ്രേയും അതേപോലെ തന്നെ സിൽവറിലും. ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് സിൽവറാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മുടെ ഫിംഗർ പ്രിൻ്റൊക്കെ പറ്റും. കുറച്ച് ബൾക്കിയാണ്. നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നോക്കാം. ഓക്കെ, കയ്യിൻ്റെ നമ്മുടെ പാറുകളൊക്കെ പറ്റുന്നുണ്ട്. പക്ഷെ അതൊരു കുറച്ച് ബൾക്കിയാണ്. സാധാരണ അതിനെക്കാട്ടിൽ കുറച്ചും കൂടെ ബൾക്കിയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. കുറച്ച് വെയിറ്റും ഉണ്ട്. ശരിയാണ്, ഇതൊരു 15 കുറച്ചും കൂടെ ബൾക്കിയാണ്. നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ 16 ഇഞ്ച് ആയതുകൊണ്ട് അതിൻ്റേതായ ചെറിയൊരു ഡയമെൻഷനിൽ കുറച്ച് വലിപ്പമുണ്ട്. ഡയഗണലിൽ കുറച്ച് വലിപ്പമുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഇതിൻ്റെ കൂടെ തന്നെ കുറേ ഇതൊക്കെ വരുന്നുണ്ട്. മാക്ബുക്ക് പ്രോയുടെ ബുക്ക്ലെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ ചാർജിങ് കേബിൾ വരുന്നുണ്ട്. ഇതിനകത്ത് 4 തണ്ടർബോൾട്ടാണുള്ളത്. 4 തണ്ടർബോൾട്ടുണ്ട് ഇതിനകത്ത്. ഇതിൻ്റെ ചാർജറാണ്, അഡാപ്റ്ററാണ്. ഇത്രയും വലുതാണ് സംഭവം. അതും 15 ഇഞ്ചിൻ്റെ പോലത്തെ അഡാപ്റ്ററൊക്കെ തന്നെയാണ്. ഊറ്റിയൊക്കെ എടുക്കാം നമുക്ക്. ഓക്കെ, ഈ അഡാപ്റ്ററിൻ്റെ ഒന്നും വലിപ്പം കുറഞ്ഞിട്ടില്ല. പക്ഷേ കുറച്ച് ഹെവിയാണ്. വയറിന് അത്യാവശ്യം നീളമുണ്ട്. ഒരു വാൾപോട്ട് മൗണ്ടിലേക്ക് അത്രേ ഉള്ളൂ. എന്നാലും അത്യാവശ്യം നമ്മുടെ ഔട്ട്ലെറ്റിലേക്ക് കൊടുക്കാനുള്ള നീളമുണ്ട്. ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞാൽ മെമ്മറി എന്ന് പറയുന്നത് 16 GB ആണ്. അതേപോലെ തന്നെ 512 GHz SSDയുടെ ഡ്രൈവുമാണ്. പിന്നെ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡുണ്ട് 4 GB 16 ഇഞ്ച് വിഡ്ത്ത്. 2.6 GHz ഇൻറ്റൽ i7 6 കോർ പ്രോസസ്സറാണ് ഉള്ളതിനകത്ത്.
ഇന്ത്യയിലിപ്പോൾ നമുക്ക് ആപ്പിളിൻ്റെ തന്നെ സൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതായത് അവരുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് സെയിം കോൺഫിഗറേഷനുള്ള ഒരു സിസ്റ്റം നോക്കാം. 16 ഇഞ്ചിൻ്റെ 2.6 GHz 6 കോർ പ്രോസസ്സറും 512 GB സ്റ്റോറേജുമുള്ള നമ്മുടെ 4 GB ആയിട്ടുള്ള എക്സ്റ്റേണൽ ഗ്രാഫിക്സ് കാർഡുള്ള നമ്മുടെ സിസ്റ്റത്തിന് ഏകദേശം 2 ലക്ഷം രൂപയുടെ അടുപ്പിച്ചാണ് അത് വരുന്നത്. നമുക്കിതിൻ്റെ ഇത് മന്ത്ലി ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ അവർ ആ സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ അതിന് ഏകദേശം ഒരു ഇൻട്രസ്റ്റൊക്കെ നമ്മൾ കൊടുക്കേണ്ടി വരും. 9 months ആണ്. അപ്പോൾ നമ്മളത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഇവർ പുതിയതായിട്ടാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ഈ സൈറ്റിൽ നിന്ന് നേരിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ അവർ നേരിട്ട് തന്നെ തരുമെന്ന് വിശ്വസിക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അടുത്ത സെക്കൻഡ് വേർഷൻ, അതായത് കുറച്ചുകൂടെ ഹയർ വേർഷൻ നമുക്ക് നോക്കാം. അത് 2.3 GHz 8 കോർ പ്രോസസ്സറാണ്. 1 TB സ്റ്റോറേജ് ഉണ്ട്. അതുപോലെ തന്നെ ഗ്രാഫിക്സ് കാർഡ് 4 GB എക്സ്റ്റേണൽ ഗ്രാഫിക്സ് കാർഡുണ്ട്. പിന്നെ ഇതിനകത്ത് വരുന്നത് 1 TB SSD സ്റ്റോറേജാണ്. വ്യത്യാസമെന്ന് പറയുന്നത് ഇത് എൻ്റെ 9th ജനറേഷൻ കോർ i9 പ്രോസസ്സറാണ്. നേരത്തെ കോർ i7 പ്രോസസ്സറാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിൻ്റെ വില ഏകദേശം 2,40,000 രൂപയ്ക്ക് അടുത്ത് വരും. അതുപോലെ തന്നെ നമുക്ക് EMI രീതിയിൽ വാങ്ങിക്കാൻ പറ്റും. ഇതാണ് പുതിയ മാക്ബുക്ക് പ്രോ 16 ഇഞ്ചിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതിൻ്റെ ഈ ചെറിയൊരു അൺബോക്സിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് ഈ ചാനൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് തീർച്ചയായും ആ സപ്പോർട്ട് തരിക. അപ്പോൾ നമുക്കിനി നല്ല നല്ല കണ്ടൻറ്റായിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ സപ്പോർട്ട് തന്ന എല്ലാവർക്കും നന്ദി. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ ബൈ.